ഇന്നത്തെ റെസിപ്പി ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് കൊണ്ട് ഉണ്ടാക്കണം സ്ട്രോബെറി ഐസ്ക്രീമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്താണ് അതിന് പകരമായിട്ട് ഉണ്ടാക്കണമെന്ന് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹലോ, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു ബോക്സിന് 55 രൂപയേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നാട്ടിലെത്രയാണെന്ന് അറിയില്ല. അപ്പോൾ സ്ട്രോബെറീസ് നല്ല വൃത്തിയായിട്ട് കഴുകണം. ഞാൻ എപ്പോഴും ഇളം ചൂടുവെള്ളത്തിൽ വിനാഗിരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ കഴുകി നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഇട്ടിരുന്നു. അത് സ്ട്രോബെറി ക്രഷ് കൊണ്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. സ്ട്രോബെറിയുടെ സീസൺ അല്ലാത്തപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലും ഐസ്ക്രീം ഉണ്ടാക്കാം. സ്ട്രോബെറീസ് ഞാൻ 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. സ്ട്രോബെറീസ് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡയറി വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് അമുലിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. വേറെ വല്ല ബ്രാൻഡിൻ്റെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഡയറി വിപ്പിംഗ് ക്രീം അമുലിൻ്റെ ആണ് നമുക്ക് സാധാരണ കണ്ടുവരാറുള്ളത്. ഇത് ഞാൻ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ 250 മില്ലി ഉണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ഐസ്ക്രീംസിലൊന്നും നോൺ ഡയറി വിപ്പിംഗ് ക്രീംസ് ഉപയോഗിക്കാറില്ല. എപ്പോഴും ഡയറി വിപ്പിംഗ് ക്രീമാണ് ഐസ്ക്രീമിന് നല്ലത്. അപ്പോൾ ഞാനിത് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്റർ തന്നെ വേണമെന്നില്ല, സാധാരണ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്താലും മതി. പിന്നെ ഐസ്ക്രീമിൽ എപ്പോഴും കേക്കിൽ ചെയ്യണ പോലെ നല്ല സ്റ്റിഫ് പീക്കല്ല ആവശ്യം, നല്ല സോഫ്റ്റ് പീക്കാണ് ആവശ്യം. എന്നാലാണ് നല്ല ക്രീമി ആയിട്ട് ഐസ്ക്രീം കിട്ടുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച സ്ട്രോബെറിയുടെ പ്യൂരി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് പീക്ക്, നല്ല ക്രീമി ആയിട്ട് കിട്ടണ വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഐസ്ക്രീമിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാനിവിടെ 1 ഡ്രോപ്പ് പിങ്ക് ഫുഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീഡിയോന് വേണ്ടിയാണ് കേട്ടോ ഞാനിത് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇത് ഇടണം എന്നില്ല. അപ്പോൾ സൈഡ്സൊക്കെ നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക വേണ്ടു. പിന്നെ നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ ഐസ്ക്രീമിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഇനിയും ഞാൻ കുറേ ഇടാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ അതുപോലെ കണ്ട് ഉണ്ടാക്കി നോക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒരിക്കൽ കൂടെ സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഏത് ബോക്സിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കണേ ആ ഒരു ബോക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാട്ടോ. അലുമിനിയം കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി കിട്ടാനായിട്ട്. അടുത്ത ഞാനിവിടെ ക്ലിംഗ് റാപ്പ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ആവില്ല. ക്ലിംഗ് റാപ്പ് തന്നെ വേണമെന്നില്ല, നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇതിന് മുകളിൽ വെച്ച് കൊടുത്താലും മതി. ഇനി ലിഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ഏറ്റവും നല്ലത് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്ത ദിവസമാണ് എടുക്കണേ കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പുറത്തത്തെ ഐസ്ക്രീമൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിലവർ സ്റ്റെബിലൈസേഴ്സ് അതുപോലെ സോഫ്റ്റ് ആവാനുള്ള പൗഡേഴ്സും ജെല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്കെന്നെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ്. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണത്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, വെറും 3 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അമുലിൻ്റെ വിപ്പിംഗ് ക്രീമിൽ മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. നിങ്ങൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടണമെന്നില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഐസ്ക്രീം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ആട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് കൊണ്ട് ഉണ്ടാക്കിയ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഷോപ്പിൽ പോലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നാണ് എൻ്റെ മക്കൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ട നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു.